അത്രയും മോശപ്പെട്ട തെറി അർഹിക്കുന്നവനാണ് ഈ അസഭ്യദേവനായിട്ടുള്ള പോങ്ങൻ. ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് നമ്മുടെ ഈ പ്രസ്തുത ആ സംഘടനയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കുറച്ചധികം ആളുകൾ എന്നോട് പറഞ്ഞത് ആ സംഘടന മതപരിവർത്തനത്തിന് എതിരായി വലിയ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 8-10 സ്ത്രീകൾ നമ്മുടെ ഈ വീട്ടിൽ അമ്മയുടെ പരിചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഏജൻസിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഹൈന്ദവ നാമധാരികളാണ്. അതിൽ ഒരാളൊഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും ക്രൈസ്തവ വിശ്വാസികളാണ്. അവരുടെ പേരിൽ നിന്ന് അവർ ആ ഹൈന്ദവത നീക്കം ചെയ്തിട്ടില്ല. അവരുടെ ഔദ്യോഗിക രേഖകൾ നിന്ന് അവർ ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു പദവിയിൽ നിന്ന് ഒഴിവ് നേടിയിട്ടില്ല. അവർ ഹിന്ദുവായിട്ടാണ് ഔദ്യോഗിക രേഖകളിൽ കാണപ്പെടുന്നത്. അവരുടെ പേരിൽ ഹൈന്ദവതയുണ്ട്. പക്ഷെ അവർ വിശ്വസിക്കുന്നത് പൂർണ്ണമായിട്ടും കർത്താവിലാണ്. അപ്പോൾ അത് തെറ്റല്ല, അത് അവരുടെ തിരഞ്ഞെടുപ്പാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പോയത്? കർത്താവിന്റെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കഴിവ് തിരിച്ചറിഞ്ഞതിന് ശേഷം പോയതല്ല. അവരുടെ ദാരിദ്ര്യത്തെ പരിഹരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗം, ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരിലെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ അവരെ സമീപിച്ച് അവരുടെ ജീവിത സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കൊടുത്ത് അവരെ അവരുടെ മതസ്ഥരായി മാറ്റിയിരിക്കുകയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന സംഘടന ഹിന്ദുക്കളുടെ ഒരു ദൈവത്തെ അതിശക്തമായി അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് കരുത്തനായിട്ടുള്ള ഒരു ദൈവമാണ് എന്നുള്ള രീതിയിൽ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് അങ്ങനെ അങ്ങ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് നിലയിലുള്ള മതപരിവർത്തന വിഘ്നമാണ് അതുവഴി സംഭവിക്കാൻ പോകുന്നത്? അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ, ദരിദ്രരായിട്ടുള്ള ഹൈന്ദവരുടെ ജീവിത നിലവാരത്തെ ഉയർത്താൻ അവർക്ക് അന്നവും മരുന്നും മറ്റാവശ്യങ്ങൾക്കും സമൃദ്ധിയൊന്നും വേണ്ട, മാന്യമായ നിലയിൽ ജീവിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ ഈ സംഘടന ഏത് നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? 90 നിമിഷം കൊണ്ട് എതിർക്കുന്നവരുടെ കുലം മുടിക്കുന്ന ഒരു ദൈവത്തെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ട് നടന്നതിന് ശേഷം ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാനുള്ളത് എന്ന് ദരിദ്രവാസികളായിട്ടുള്ള ഹൈന്ദവ ജനതയുടെ മുന്നിൽ അവതരിപ്പിച്ചതിന് ശേഷം മതപരിവർത്തനം തടയാൻ സാധിക്കും എന്ന് വിചാരിക്കരുത്. ഈശ്വരന്റെ ശക്തിക്കുറവ് കൊണ്ടല്ല, അമ്മാതിരി ദൈവ സമ്പാദ്യമുള്ള ഒരു സമൂഹമാണ് നമ്മൾ. ദൈവങ്ങൾക്ക് ക്ഷാമമില്ല, ദുർബലരുമല്ല നമ്മുടെയൊന്നും ദൈവങ്ങൾ. അതുകൊണ്ട് ദൈവങ്ങളുടെ ശക്തിക്ഷയം കൊണ്ടല്ല ഇവിടെ മതപരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്, ജീവിക്കാനുള്ള നിവൃത്തികേടാണ്. അതിനാണ് പരിഹാരം കാണേണ്ടത്. അല്ലാതെ 90 നിമിഷം കൊണ്ട് എതിരാളികളുടെ കുലം മുടിക്കുന്ന അത്ര ശക്തനായിട്ടുള്ള ഒരു ദൈവത്തെ നിർമ്മിച്ച് ആത്മീയ വിപണിയിൽ ഇറക്കിക്കൊണ്ട് നമുക്ക് മതപരിവർത്തനത്തെ തടയാൻ സാധിക്കില്ല എന്നുള്ളത് എൻ്റെ ബോധ്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ദാരിദ്ര്യത്തെ പരിഹരിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള പ്രയത്നം നടത്തണം. മനുഷ്യരുടെ കഷ്ടതകൾ അത് മനസ്സിലാക്കണം. അവരുടെ ഒറ്റപ്പെടൽ, അവരുടെ നിസ്സഹായത, ഇതെല്ലാം തിരിച്ചറിയണം. അവരെ സഹായിക്കണം. അതല്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ നടത്തുന്നത് വഴി എന്ത് തരത്തിലുള്ള ഗുണമാണ് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ലഭിക്കുന്നത്? ഒരു വികാര തള്ളിച്ച മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം നിലനിൽക്കുമോ? നല്ല സാമ്പത്തിക ശേഷിയുള്ള, അത്യാവശ്യം നല്ല പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് ആത്മീയ വിനോദം പകരാൻ കഴിയുമെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്ത് തരം സന്തോഷമാണ് ഇത്തരം സംഘടനകൾക്ക് നമ്മുടെ ഈ നാട്ടിൽ പകരാൻ സാധിക്കുക, സമൂഹത്തിന് പകരാൻ സാധിക്കുക? ഹൈന്ദവരുടെ ദാരിദ്ര്യത്തെ പരിഹരിച്ചും ഒറ്റപ്പെടുന്ന മനുഷ്യരുടെ ആ നിസ്സഹായതയ്ക്ക് താങ്ങും തണലുമായി നിന്നുകൊണ്ടുമൊക്കെ പെരുമാറേണ്ട ഹൈന്ദവ ജനത അല്ലെങ്കിൽ ഭക്ത സമൂഹമാണ് ഈ പോങ്ങനെ പോലൊരു ഹിന്ദു നാമധാരിയുടെ അതിജീവനം മുട്ടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എങ്ങനെയാണ് ഇവർക്ക് മതപരിവർത്തനം തടയാൻ സാധിക്കുക? ഞാനും ഒരു ഹിന്ദുവാണ്, അപ്പോൾ എൻ്റെ അതിജീവനം മുട്ടിക്കാം. അങ്ങനെ ചിന്തിക്കാൻ എങ്ങനെയാണ് ഒരു യഥാർത്ഥ ഭക്തിയുള്ള ഒരു മനുഷ്യന് സാധിക്കുക, ഒരു സമൂഹത്തിന് സാധിക്കുക? വിമർശനം അത്രമാത്രം മോശപ്പെട്ട കാര്യമാണോ? വിമർശിക്കുന്നവരുടെ കുലം മുടിക്കുന്ന ഒരാളാണോ നമ്മുടെ ഭഗവാൻ? ഗുരുമൂർത്തി എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നത് കേട്ടു. വായ തുറന്ന് അയാൾ ശപിക്കുകയാണ്, കുലം മുടിക്കുമെന്ന്. ഈ പോങ്ങനെ കുറിച്ച് ആ കണാപ്പന്മാർക്ക് ഒരു പുല്ലും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഈ ഭഗവാന്മാരും ഞാനും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയാൽ പരിഹസിക്കുകയാണെന്നാണ് പറയുന്നത്. ഞാൻ ഈ സംസാരം നിർത്തുകയാണ്. ഈ സംസാരം ഇപ്പോഴത്തെ ഈ സംസാരം എന്നുള്ളതല്ല, ഞാൻ ഈ പറയുന്ന സംഘടനയ്ക്കെതിരെ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ നിർത്തുകയാണ്. കാരണം ഹിന്ദുക്കൾ അനുഭവിക്കണം. അതിബുദ്ധിമാന്മാരെന്നാണ് ഭാവം. എന്തോ വലിയ നന്മയുടെ വിളനിലമെന്നാണ് വിചാരം. എന്നിട്ട് വാ നിറയെ ശാപം, പ്രാക്ക്, ഭീഷണി, തെറി. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, സുഡാപ്പികൾ പോലും എന്നെ ഇത്ര നീചമായിട്ട് തെറി വിളിച്ചിട്ടില്ല. ഒന്നാലോചിക്കുക, എന്നെ ഒരു അസഭ്യ ദേവനായിട്ട് കാണേണ്ടതല്ലേ? എന്തുമാത്രം തെറി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്നിട്ട് എന്നെ അത്രയും അസഭ്യ ശേഷിയുള്ള എന്നെ മാനിക്കുന്ന ഒരു നല്ല തെറി ഈ ഭക്തജനക്കൂട്ടത്തിന് പറയാൻ പറ്റിയോ? അളിഞ്ഞ തെറി, അവിഞ്ഞ തെറി, അത്രയും മോശപ്പെട്ട തെറി അർഹിക്കുന്നവനാണ് ഈ അസഭ്യ ദേവനായിട്ടുള്ള പോങ്ങൻ. ഞാൻ ആളും
തരവും നോക്കി തെറി അർഹിക്കുന്ന വ്യക്തിയുടെ സാമൂഹ്യ മൂല്യത്തിനും സാംസ്കാരിക ഭാവത്തെയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് അവരുടെ സാംസ്കാരിക ഔന്നത്യത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഇണങ്ങുന്ന തെറികൾ ഉൽപ്പാദിപ്പിച്ച് സമർപ്പിക്കുന്ന ഒരുവനാണ് ഞാൻ. എന്നെയാണ് അളിഞ്ഞ ചീത്ത വിളിക്കുന്നത്, വെറും നിസാരമായ തെറി വിളിക്കുന്നത്. ഞാനൊരു കുറച്ചുകൂടി മെച്ചപ്പെട്ട തെറി അർഹിക്കുന്നവനാണ്. അങ്ങനെ മികച്ച ഒരു തെറി പോലും ഈ പോങ്ങന് സമർപ്പിക്കാൻ സാധിക്കാത്ത ആളുകളാണ് ഹിന്ദു ഏകീകരണം സാധ്യമാക്കിക്കൊണ്ട് പോങ്ങും മൂടൻ എന്ന് പറയുന്ന ഈ മുത്തുപോങ്ങന്റെ അതിജീവനം മുട്ടിക്കാൻ നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ 6 കൊല്ലമായി എൻ്റെ സംസാരം കൊണ്ട് ഏറ്റവും പ്രയോജനം ലഭിക്കാൻ ഇടയുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹിന്ദു സമൂഹമാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് എന്നുണ്ടെങ്കിൽ തീവ്ര വലതുഭാഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എന്നിട്ട് സംയുക്തമായി അവരെന്നെ കൂമ്പാളെ ഉടുപ്പിക്കാൻ, എൻ്റെ അതിജീവനം മുട്ടിക്കാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്ത് പിണ്ണാക്കാണ് ഇവന്മാരുടെയൊക്കെ. എന്തായാലും ഇന്ന് ഫെബ്രുവരി 24 ഇനി വെറും 4 ദിവസങ്ങൾ കൂടി മാത്രമേ മാർച്ചിലേക്കുള്ളൂ. ഈ 4 ദിവസവും പോങ്ങൻ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് പൊതുകാര്യങ്ങളല്ല പറയുന്നത്. ഈ ഇടത്തിൽ അപോങ്ങന്മാരായിട്ടുള്ള, അതായത് പോങ്ങ ബുദ്ധിയില്ലാത്ത ഒരുപാട് ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. അവരൊന്നും പോങ്ങ സമൂഹത്തിൽ പെടുന്നവരല്ല. അവരെയൊക്കെ തുരത്തണം. ഇപ്പൊ കുറച്ച് പേര് 250-60 ആളുകൾ പോയിട്ടുണ്ട്. അത് ഈ പറയുന്ന സംഘടനയിൽപ്പെട്ട ആളുകളാണ്. അവര് വാട്സാപ്പിലൂടെ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. പോങ്ങനെ അൺസബ്സ്ക്രൈബ് ചെയ്യണം, പോങ്ങന്റെ അതിജീവനം മുട്ടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സന്ദേശങ്ങൾ കൊടുത്തു. ഒരു ഭക്തജന സമൂഹമാണ് ഈ ചെയ്യുന്നതെന്ന് ആലോചിക്കുക. എന്തായാലും 260 ആളുകൾ പോയി. അവർ പോയതിൽ എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ട് എന്ന് ഞാൻ പറയില്ല. ആദ്യം ഒരു ഞെട്ടലും അതിശയം തോന്നി. ആ ഞെട്ടലും അതിശയവും കഷ്ടനഷ്ടങ്ങൾ വരുന്നതിലുള്ള ഞെട്ടലും അതിശയവുമല്ല. പകരം ഇത്രയേ ഉള്ളോ ഹിന്ദുക്കൾ? ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഹിന്ദുക്കൾ? നമ്മുടെ ഓരോരുത്തരുടെയും തലയിൽ തലച്ചോറുണ്ട്. ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതാവ് പറയുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ ആ നേതാവിന്റെ ആശ്രിതർ പറയുന്നതനുസരിച്ചോ പെരുമാറേണ്ട ആൾക്കൂട്ടമാണോ ഹിന്ദു എന്ന് പറയുന്നത്, ഹിന്ദു സമൂഹം എന്ന് പറയുന്നത്? അങ്ങനെ ആവരുത്. അങ്ങനെ ആവരുതേ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് പോങ്ങൻ ഇവിടെ ഇതുവരെ നാവാടിക്കൊണ്ടിരുന്നത്. നമുക്കൊരു സ്വതന്ത്ര ബുദ്ധി ഉണ്ടാവണം. നമുക്ക് നമ്മുടെ ശരിയും തെറ്റും ഉണ്ടാവണം. എന്നെ വ്യക്തിപരമായി ഓരോരുത്തരും ഇഷ്ടക്കേട് വന്നിട്ട് പിരിഞ്ഞു പോയിരുന്നുവെങ്കിൽ ഞാൻ സന്തോഷിക്കുകയുള്ളൂ. പക്ഷേ വാട്സപ്പിൽ ലഭിക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ചുകൊണ്ട് എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടത്തോടെ പോയി എന്നുള്ളിടത്താണ് എനിക്ക് പ്രശ്നം. അത്രയും അടിമ ബുദ്ധി ഹിന്ദുക്കൾക്ക് ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ചാനലിൽ നിന്ന് പിരിഞ്ഞു പോയവരെ ഓർത്ത് ഒരു കാരണവശാലും പോങ്ങൻ വിഷമിക്കുന്നില്ല. കാരണം ശ്രീ ഷാജൻ സ്കറിയ മറുനാടൻ മലയാളിയിലൂടെ ഈ പോങ്ങുമൂടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനലിനെയും വ്യക്തിയെയും പരിചയപ്പെടുത്തിയത് കൊണ്ടും അദ്ദേഹം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്ന നിലയിൽ ഒരു സംസാരം നടത്തിയത് കൊണ്ടും മാത്രമാണ് ഇവിടേക്ക് ആളുകൾ കുറെ അധികം വന്നത്. സ്വാഭാവികമായിട്ടും അതൊക്കെ ഷാജൻ സ്കറിയോടുള്ള ആദരവിന്റെയും ആരാധനയുടെയും ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്താൽ ഇവിടേക്ക് വന്നവർ. അവരൊരിക്കലും പോങ്ങന്മാരല്ല. അതുപോലെ തന്നെ ഈ സംഘടനയുടെ ക്യാപ്റ്റൻ പറയുന്നത് കേട്ടുകൊണ്ടോ ക്യാപ്റ്റന്റെ ആശ്രിതർ പറയുന്നത് കേട്ടുകൊണ്ടോ ഇവിടെ നിന്ന് കൂട്ടത്തോടെ പിരിഞ്ഞു പോകുന്നവരും പോങ്ങ ബുദ്ധിയുള്ളവരല്ല. അപ്പോൾ ഈ വരുന്ന 4 ദിവസങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായി പറഞ്ഞതിന് ശേഷം മാർച്ച് മുതൽ നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ടേക്ക് മുന്നോട്ട് പോവാം. എന്നെ ഇവിടെ നിലനിർത്തുന്നത് എൻ്റെ രക്ഷകർത്താക്കളായ ഈ ചാനൽ ജോയിൻ ചെയ്തിട്ടുള്ള ഏതാനും മനുഷ്യരാണ്. ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങളോട് കൃതജ്ഞത പുലർത്തിക്കൊണ്ട് തന്നെ ജീവിക്കുള്ളൂ. നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ള ഒരു നന്മ, ഈ ചാനൽ ഈ സംസാരമൊക്കെ തന്നെ തീർച്ചയായിട്ടും വളരെ സൗജന്യമായി കിട്ടുന്നതായിരിക്കെ നിങ്ങൾ ഒരു ചെറിയ തുക മുടക്കി ഈ ചാനലിൽ ജോയിൻ ചെയ്യാൻ കാണിച്ച സന്മനസ്, അതുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ നിലനിൽക്കാൻ പറ്റുന്നത്. കാരണം അത്രയേറെ പണിയാണ് ഹൈന്ദവ സമൂഹത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ ഈ സംഘടനയുടെ പേരിൽ ഹൈന്ദവ സമൂഹത്തെ ചാരിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ എന്നോട് ചെയ്തത്. ഞാൻ ഹിന്ദു വിരുദ്ധമായിട്ട് പെരുമാറിയിട്ടില്ല, ദേശദ്രോഹപരമായിട്ട് ചിന്തിച്ചിട്ടില്ല. എന്നിട്ട് കൂടി എന്നെ ഹിന്ദു വിരുദ്ധനും ദേശദ്രോഹിയുമായിട്ട് ആ സമൂഹം അവതരിപ്പിച്ചപ്പോൾ ഒരാള് പോലും വന്ന് പോങ്ങബുദ്ധി ചില മനുഷ്യർ പറഞ്ഞു, അത് ഹിന്ദുക്കളല്ല പറഞ്ഞത്, പോങ്ങ ബുദ്ധിയുള്ള മനുഷ്യർ, അവർ പറഞ്ഞു അതല്ലാതെ ഒരു സമൂഹവും എന്നെ ഒന്ന് പിന്തുണയ്ക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ഉണ്ടായിട്ടില്ല. അതെന്റെ പരാജയമാണ്, എന്റെ കഴിവുകേടാണ്. ഞാനൊന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അപ്രസക്തിയെ തന്നെയാണത് കാണിക്കുന്നത്. കഴിഞ്ഞ 6 കൊല്ലമായി ഞാൻ സംസാരിച്ചത് എനിക്ക് വേണ്ടി, എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. ഒരു സമൂഹം എങ്ങനെ ആയിരിക്കണം എന്നുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. നവോത്ഥാന നായകനാവാൻ വേണ്ടിയിട്ടായിരുന്നില്ല. അതാണ് സത്യം. പക്ഷേ ഇവിടെ സാമൂഹ്യ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മനുഷ്യരെ അളക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ. അതും വളരെ നീചമായിട്ടുള്ള ഒരു ഭാവമാണ്. ഒരാളുടെ വലിപ്പം എന്ന് പറയുന്നത് അയാളുടെ സാമൂഹ്യ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, അയാളുടെ വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, അയാളുടെ മനോഭാവത്തെ അടിസ്ഥാനമാക്കിയാണ്. ഒരാളുടെ മനോഭാവം, നമ്മൾ ഓരോ മനുഷ്യരും എന്താണ് എന്ന് നിശ്ചയിക്കുന്നത് നമ്മളുടെ മനോഭാവമാണ്. സമൂഹത്തോടുള്ള മനോഭാവം, ഒരു പൗരൻ എന്ന നിലയിൽ ഈ രാജ്യത്തോടുള്ള മനോഭാവം,
മനുഷ്യൻ എന്ന നിലയിൽ മാനവികതയോടുള്ള മനോഭാവം, ഇതെല്ലാം ചേർന്നിട്ടാണ്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം മോശമല്ലാത്ത ഒരു മനുഷ്യനാവാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സംഘടനയുടെ ആളുകളിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അറപ്പുളവാക്കുന്നതാണ്. ഒരു നിലവാരവുമില്ലാത്ത ജനതയായിട്ട്, ഒരു സംസ്കാരവുമില്ലാത്ത, അതായത് പോങ്ങനോളം പോലും സംസ്കാരമില്ലാത്ത അവിഞ്ഞ ഒരു സമൂഹമായി പകയും വിദ്വേഷവും വെച്ചുവൈരാഗ്യവും പുലർത്തുന്ന, ശപിക്കുന്ന, പ്രാകുന്ന ആ ഗുരുമൂർത്തിയുടെയൊക്കെ വായിൽ നിന്ന് വരുന്ന, അവൻ്റെയൊക്കെ നെറ്റിയിൽ പുരട്ടിയിരിക്കുന്ന ഭസ്മവും കുങ്കുമവും ചന്ദനവും അടക്കം അപമാനകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ആ വ്യക്തി സംസ്കൃതത്തിലും മലയാളത്തിലും ആംഗലേയത്തിലുമൊക്കെ തന്ത്രങ്ങളും മന്ത്രങ്ങളും പുറപ്പെടുവിച്ചുകൊണ്ട് സമൂഹത്തെ നേരിടുന്നത്. അവിഞ്ഞ പ്രാക്ക്. ഞങ്ങളുടെ നാട്ടിൽ തേമാങ്കം എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു, ഒരു വയസ്സായ അമ്മയുണ്ടായിരുന്നു. മുടിഞ്ഞ പ്രാക്കാണ്, തുണിയും പൊക്കി കാണിക്കും അതുപോലെ. എന്നിട്ട് ഒരു സമൂഹം മുഴുവൻ അയാളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ്. പൊങ്ങുമൂടനെ പേരെടുത്തല്ല പറയുന്നതെങ്കിൽ പോലും പരാമർശിക്കുക അദ്ദേഹത്തിന്റെ ഉള്ളിലെ രൂപം എന്റേതാണെന്ന് എനിക്ക് മനസ്സിലാവും. ആ നിലയിലാണ് കാര്യങ്ങൾ. പല അമ്മമാരും എന്നോട് പറഞ്ഞു, മോനെ പോങ്ങ, പേടിക്കണേ, സൂക്ഷിക്കണേ, പ്രാർത്ഥിക്കണേ. ഒരു ദൈവത്തെ ഇവനൊക്കെ അവതരിപ്പിക്കുന്ന രീതിയാണ്, ഹിന്ദുക്കളുടെ ദൈവത്തെയൊക്കെ ഇവനെടുത്ത് അവതരിപ്പിക്കുന്ന രീതിയാണ് കുലം മുടിക്കുമെന്ന്. ഭഗവാൻ മുരുകനൊക്കെ തമ്മനം ഷാജിയുടെ കൊട്ടേഷൻ ടീമിലായിരുന്നല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, കുലം മുടിക്കാൻ. എന്നിട്ട് അത് കേട്ടോണ്ടിരിക്കുന്നു, ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഹിന്ദുവിന് മാത്രമല്ലേ പൂർണ്ണാർത്ഥത്തിൽ ഒരു മനുഷ്യനാവാൻ സാധിക്കുള്ളൂ, അല്ലേ? വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ ഒരു മനുഷ്യനെ മതസ്ഥനായിട്ടല്ലേ ജീവിക്കാൻ പറ്റൂ? അല്ലെങ്കിൽ അവർക്ക് ആ മതം വിട്ടു പുറത്തു വരണ്ടേ? ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു മതസ്ഥനായിട്ട് ജീവിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു മതസ്ഥനായിട്ട് ഒരു ഹിന്ദു ചുരുങ്ങേണ്ട ആവശ്യമുണ്ടോ? അവൻ മനുഷ്യനായിട്ട് ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടവനല്ലേ? നമുക്ക് ജനസംഖ്യക്കൊന്നും വലിയ കുറവില്ലല്ലോ, ഇഷ്ടംപോലെ ജനങ്ങളുണ്ട്, അല്ലേ? ഉള്ളതിനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പേരും പറഞ്ഞ് കൂട്ടത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ രാജാവായിട്ട് അങ്ങനെ വാഴാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്കിടയിൽ അടിമ ബുദ്ധിയോടുകൂടി ഒരു കൂട്ടം ആളുകൾ പോയി നിൽക്കുക, എന്നിട്ട് അതിന് മുഴുവൻ ദേശസ്നേഹത്തിന്റെ അതുപോലെ തന്നെ ഹൈന്ദവതയുടെ ഒരു ഛായ സമർപ്പിക്കുക. എന്തൊരു കഷ്ടമാണ്, വളരെ മോശമാണിത്. മനുഷ്യനായിട്ട് ജീവിക്കുക, അന്ധവിശ്വാസം വെടിയെ. നിങ്ങളൊന്നും ഈ പോങ്ങനെ ഹിന്ദുത്വത്തെക്കുറിച്ചും ദൈവത്വത്തെക്കുറിച്ചും ഒന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാനും നമ്മുടെ ഹൈന്ദവ ദൈവങ്ങളുമൊക്കെ ആയിട്ടുള്ള, ഹൈന്ദവ ദൈവം മാത്രമൊന്നുമല്ല, എല്ലാ മതത്തിൽപ്പെട്ട ദൈവങ്ങളുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ. ഒരു പ്രാർത്ഥന കൊണ്ടുപോലും അവരെ അലോസരപ്പെടുത്താത്ത, ഏറ്റവും എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ട് ഏത് കാര്യങ്ങളും അവരുമായി കൂടിയാലോചിച്ചുകൊണ്ട് ചെയ്യുകയും പറയുകയും ചെയ്യുന്ന, ഒരു ദിവസം കുറഞ്ഞത് ഒരു 10 തവണയെങ്കിലും സുബ്രഹ്മണ്യന്റെ ക്ഷേത്രത്തിന് ചുറ്റും ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന, അകത്തേക്ക് എപ്പോഴും എത്തി നോക്കി ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് പോകുന്ന, എപ്പോഴും മുരുകന്റെ ഒരു പ്രത്യഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ, ഈ മുരുകന്റെ അച്ഛനായിട്ടുള്ള, എൻ്റെ ആത്മമിത്രമായിട്ടുള്ള, പരമനുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ച് ഈ കണാപ്പന്മാർക്ക് ആർക്കെങ്കിലും അറിയാവോ? ഗുരുമൂർത്തിക്ക് അറിയാവോ? ഇവന്റെ വാ നിറയെ ശ്ലോകമുണ്ടല്ലോ, തന്ത്രവും മന്ത്രവും മുറ്റിയ വർത്തമാനങ്ങളുണ്ടല്ലോ. ഇവനൊക്കെ ഈശ്വരനെ അറിയാവോ? എന്താണ് ഈശ്വരൻ എന്ന് ഇവനറിയാവോ? ചുമ്മാ മനുഷ്യന്റെ ഭക്തിയെയും ഹൈന്ദവതയെയും ദേശീയതയും ഒക്കെ വിറ്റ് ജീവിക്കുക എന്നുള്ളതല്ലാതെ, പറ്റിച്ച് ജീവിക്കുക എന്നുള്ളതല്ലാതെ പോങ്ങൻ ആ പണി ചെയ്യാറില്ല. അതുകൊണ്ട് ഇനി മാർച്ചിലേക്കുള്ള ഈ 4 ദിവസങ്ങൾ പോങ്ങൻ നാവ് കൊണ്ട് മാർച്ച് ചെയ്യും. പോങ്ങന് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. വിശാലാടിസ്ഥാനത്തിൽ പറയും, പ്രകോപിപ്പിക്കും, പ്രോത്സാഹിപ്പിക്കും ഇവിടെ നിന്ന് പിരിഞ്ഞു പോവാൻ. അപോങ്ങരായിട്ടുള്ള മനുഷ്യരെ ഇവിടെ നിന്ന് തുരത്താൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഈ പോങ്ങന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പായും സംഭവിച്ചിരിക്കും. 4 ദിവസങ്ങൾ അഴിഞ്ഞാടും, നാവഴിച്ചാടും പോങ്ങൻ. നാണ്ടവം. എൻ്റെ കൂട്ടുകാരൻ പരമൻ താണ്ഡവത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളാണ്. പോങ്ങന് നാണ്ടവമാണ്. പരമൻ താണ്ഡവം, പോങ്ങൻ നാണ്ടവം. അഴിഞ്ഞാടും, നാവഴിച്ചാടും പോങ്ങൻ. ആ മുടി അഴിച്ച് പോങ്ങനെ ശപിക്കാനും, പോങ്ങനെ അല്ലെങ്കിൽ പോങ്ങ സമൂഹത്തെ ശപിക്കാനും ഇറങ്ങിയ ഗുരുമൂർത്തി, ഇതുപോലുള്ള മൂർത്തിമാരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സിദ്ധിയോ നന്മയോ ഈശ്വരപ്പറ്റോ സംസ്കാരമോ വിവേകമോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അവിഞ്ഞ വർത്തമാനം, മനുഷ്യനെ ശപിക്കുന്നത് പോലെ ഈ ഡിജിറ്റൽ യുഗത്തിലും ഇതുപോലുള്ള അവിഞ്ഞ വർത്തമാനം പറഞ്ഞുകൊണ്ട്, നാണംകെട്ട വർത്തമാനം പറഞ്ഞുകൊണ്ട് അധപ്പതിച്ച ജന്മമായിട്ട് ഇങ്ങനെ നടക്കുക. വാ നിറയെ സംസ്കൃതമുണ്ടായിട്ട് എന്ത് കാര്യം? ഇവന്റെ മണ്ട നിറയെ വിഷമല്ലേ, വിഷപുരുഷനല്ലേ? ഇവനൊന്നും സഹായിച്ചുകൊണ്ടല്ല ഞാനിവിടെ നിലനിന്നു പോകുന്നത്. അർപ്പിത ബുദ്ധിയോടുകൂടിയും ആത്മാർത്ഥതയോടെയും ഉള്ള സംസാരം ഞാനൊരു കമ്മി പക്ഷത്തിനോ സുഡു സമൂഹത്തിനോ വേണ്ടിയിട്ട് നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 1.5 ലക്ഷം കാഴ്ചകൾ എൻ്റെ പെട്ടിയിൽ വീഴും.
ചെയ്യും. നമ്മളുടെ വീഡിയോ മുഴുവൻ പതുക്കിക്കൊണ്ട് പോയിട്ട് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ പ്രചരിപ്പിക്കുക. എന്നിട്ട് എന്നോട് ഒരു സംഘടനാ പ്രവർത്തകൻ പറഞ്ഞിരിക്കുന്നത്, പോങ്ങനെ ഞങ്ങൾ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്, അതായത് വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഞങ്ങൾ വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്താ ഇലക്ഷന് മത്സരിക്കാൻ പോവുക? എനിക്ക് മുഖപരിചയം ഉണ്ടാക്കി തന്നിട്ട്? എനിക്ക് മുഖപരിചയം വേണ്ട, എനിക്ക് ജീവിക്കാൻ അതിജീവനം മറ്റു തൊഴിലൊന്നുമില്ല. എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ കൊള്ളാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണണം, ഈ ചാനലിൽ വന്നിരുന്ന് കാണണം, അങ്ങനെ പ്രോത്സാഹിപ്പിക്കണം. അതല്ലാതെ ഇവിടുന്ന് കട്ടെടുത്തോണ്ട് പോയിട്ട് കണ്ടെടുത്ത് കൊണ്ടുപോയി നിരക്കി എനിക്ക് മുഖപരിചയം ഒന്നും ഒരുത്തനും ഉണ്ടാക്കി തരണ്ട. ഞാൻ ഇലക്ഷൻ മത്സരിക്കുന്ന ഒരാളല്ല. നാളെ എനിക്ക് അങ്ങനെ ഒരു ഉന്നമില്ല, എനിക്ക് വോട്ട് വേണ്ട, അതുകൊണ്ട് എനിക്ക് മുഖപരിചയം ഉണ്ടാക്കി തരണ്ട. ഇത്രയും അവിഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യരാണ് സംഘടിത ബുദ്ധിയോടുകൂടി ഹിന്ദുക്കളെ ഉണർത്തി ഉണ്ടാക്കാൻ നടക്കുന്നത്. ഹിന്ദുക്കളെ മുഴുവൻ നാണ്യമൃഗങ്ങളാക്കാൻ വേണ്ടി നടക്കുന്ന നാറികളല്ലേ ഇവന്മാര്. അത് പറയാൻ എന്തിനാ പേടിക്കുന്നത്? തൽക്കാലം ഞാൻ നിർത്തുകയാണ്. 4 ദിവസം നാവടിച്ച് മാർച്ചിലേക്ക് പോകാൻ പോകും. കുറെ ആയി അല്ലേ സംസാരം? മനപൂർവ്വം മുഷിപ്പിക്കുക. സമാധാനം, സ്വസ്ഥത. അപ്പൊ ശരി, നമുക്ക് കാണാം. സന്തോഷം, സ്നേഹം.